ഹലോ മക്കളെ, എല്ലാ വർഷവും SSLC ഫിസിക്സ് പരീക്ഷയിൽ പബ്ലിക് എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ റെസിസ്റ്റേഴ്സ് വെച്ചുള്ള ഈ ചോദ്യം. ഇങ്ങനത്തെ ഒരു ചോദ്യം ഈ വർഷത്തെ പരീക്ഷ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും. പഠിച്ചു പോയാൽ 4 മാർക്ക് ഈസി ആയിട്ട് പോക്കറ്റിലാക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോ പഠിക്കാൻ പോകുന്നത്. ഈ ചോദ്യം മാത്രമല്ല, ഇതുപോലെ എന്ത് ചോദ്യം വന്നാലും എങ്ങനെ ഉത്തരം കൃത്യമായി എളുപ്പത്തിൽ കൊടുക്കണം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സാർ ഇഷ്ടമായി, അടിപൊളിയാണ്, യൂസ്ഫുൾ ആണ് എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു 2 ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, റെഡി മക്കളെ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ ബേസിക് തിയറി നമുക്ക് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. സിമ്പിളാണ്. തിയറി ഓൾറെഡി അറിയുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകാം. ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് തിയറി അറിയാത്തവർ മനസ്സിലാക്കുക. സിമ്പിളാണ് സംഭവം മക്കളെ. ശ്രേണി രീതിയിലാണെങ്കിൽ, അതായത് സീരീസിലാണ് കണക്ട് ചെയ്തതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധത്തിൻ്റെ ഫോർമുല എന്താണ് മക്കളെ? ആർ എഫക്റ്റീവ്. ഈ ഒരു സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധം എന്തായിരിക്കും? 2 പേരെ ആഡ് ചെയ്യുക. R1നെയും R2നെ ആഡ് ചെയ്യുക. ഇവന്മാർ 2 പേരെ ആഡ് ചെയ്യുന്നത്. സാർ മൂന്നാമത് ഒരുത്തനുണ്ടെങ്കിലോ അവന് പിടിച്ചാടി R1 + R2 + R3. നാലാമതുണ്ടെങ്കിൽ നാലാമതിനെ പിടിച്ചാടി R + R4 + R5. അങ്ങനെ പോവാം. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി. ഇനി പറ മക്കളെ, സീരീസിലാണ് കറണ്ട് സെയിം ആയിരിക്കും 2 പേരിലൂടെയും. കറണ്ട് ഇങ്ങനെ പോകുന്നു, അതേ കറണ്ട് തന്നെ മറ്റൊരു ഉള്ളിൽ കൂടി പോകുന്നു. ദാറ്റ് മീൻസ് കറണ്ട് 2 പേർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ സീരീസിലാണെങ്കിൽ 2 പേർക്ക് കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് 2 പേർക്ക് സെപ്പറേറ്റ് വോൾട്ടേജാണ് കിട്ടുക. ബാറ്ററിയുടെ വോൾട്ടേജ് V ആണെങ്കിൽ ഇവന് വല്ല V1 കിട്ടും, ഇവന് വല്ല V2 കിട്ടും. അതായത് 10 വോൾട്ട് ആണെങ്കിൽ ഇത് വല്ല 4 വോൾട്ട് ആയിരിക്കും, അത് വല്ല 6 വോൾട്ട് ആയിരിക്കും. അങ്ങനെ വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി പോകും, ഡിഫറെൻ്റ് ആയിരിക്കും കിട്ടുക. ഇതാണ് സീരീസിൻ്റെ സംഭവം. ഇത്രയും കാര്യം മനസ്സിലായി? ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ പാരലലിൽ എന്തായിരിക്കും? സമാന്തര രീതിയിൽ കണക്ട് ചെയ്താലോ? എല്ലാം നേരെ തിരിച്ചായിരിക്കും. ഫോർമുലയുടെ കാര്യം പറയാം. അതിൻ്റെ മുമ്പ് ആലോചിച്ച് നോക്ക്. കറണ്ട് എന്തായിരിക്കും? കറണ്ട് ഇങ്ങനെ പോകുന്നു, കുറച്ച് അങ്ങോട്ട് പോകുന്നു, കുറച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ വേറെ കറണ്ടാണ്. ഇവന് കുറച്ച് കറണ്ട് കിട്ടും, മറ്റൊരു വേറെ ബാക്കിയുള്ള കറണ്ട് കിട്ടും. അതായത് കറണ്ട് ആയിരിക്കും ഇപ്രാവശ്യം ഡിഫറെൻറ്റ്. നേരത്തെ കറണ്ട് സെയിം ആയിരുന്നു, ഇപ്രാവശ്യം കറണ്ട് ഡിഫറെൻ്റ് ആയിരുന്നു. കറണ്ട് ഡിഫറെൻ്റ് ആണ്, വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. 2 പേർക്ക് സെയിം വോൾട്ടേജ് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് V ആണെങ്കിൽ ഇവനും V എന്ന് പറഞ്ഞ വോൾട്ടേജ് കിട്ടും, ഇവനും V എന്ന് പറഞ്ഞ വോൾട്ടേജ് കിട്ടും. ബാറ്ററി 10 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ ഇവനും 10 വോൾട്ട് കിട്ടും, മറ്റൊരു 10 വോൾട്ട് കിട്ടും. ബാറ്ററിയുടെ അതേ വോൾട്ടേജ് 2 പേർക്കും കിട്ടും. സ്പ്ലിറ്റ് ചെയ്തിട്ടല്ല, അതേ വോൾട്ടേജ് കിട്ടും. പിന്നെ 10 ആണെങ്കിൽ ഇതും 10 ഇതും 10. 2 പേർക്ക് സെയിം വോൾട്ടേജ് ആയിരിക്കും, ഡിഫറെൻറ്റ് കറണ്ട് ആയിരിക്കും. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. എപ്പോഴൊക്കെ കറണ്ട് സെയിം ആണോ അപ്പോൾ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോൾ കറണ്ട് ഡിഫറെൻ്റ് ആണോ അപ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയിൽ വന്നിട്ടുള്ള 2022 ടേം 1 വന്നുള്ള ചോദ്യം നോക്കാം. ഇതുപോലത്തെ തന്നെ ചോദ്യങ്ങളാണ് എല്ലാ വർഷവും വരിക. ഓക്കെ, ജസ്റ്റ് നമ്പറൊക്കെ മാറ്റും, കുറച്ച് എന്താണ് അവിടെ ഇവിടെയൊക്കെ മാറ്റി, അത്രേ ഉള്ളൂ. ചോദ്യം വായിച്ചു നോക്കാം. ഒബ്സർവ് ദി സർക്യൂട്ട് ഗിവൻ ബിലോ. ഒബ്സർവ് ചെയ്തു. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ ദ ഗിവൻ സർക്യൂട്ട്. എന്താണ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്? സീരീസ് ആണോ, പാരലൽ ആണോ, ശ്രേണി രീതിയാണോ, സമാന്തര രീതിയാണോ? അപ്പോൾ ഇത് കാണുമ്പോൾ ചിലവർക്ക് തോന്നും അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് പാരലൽ ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പുറത്തും ഇപ്പുറത്താണോ എന്നല്ല. നിങ്ങൾ ആലോചിക്കുക, ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയി, അതേ കറണ്ടാണോ മറ്റൊരു ഉള്ളിൽ കൂടി പോകുന്നത്? യെസ് സാർ, അതേ കറണ്ടാണ്. സ്പ്ലിറ്റ് ആവുന്നില്ല കറണ്ട്. ഒരേ കറണ്ടാണ് 2 പേരുടെ ഒഴുകുന്നത്. മക്കളെ, ഒരേ കറണ്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 പേരും സീരീസിലാണ്. അപ്പോൾ ഇവർ 2 പേരും എന്തിനാണ് മക്കളെ? സീരീസിലാണെന്ന് പറയാം. ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷേപ്പ് നോക്കരുത് സർക്യൂട്ടിൻ്റെ. ഒരേ കറണ്ട് ആണെങ്കിൽ സീരീസിലാണ്, കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ പാരലലാണ്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ 1 മാർക്ക് അവിടെ കിട്ടി. ശ്രേണി രീതി എന്ന് എഴുതി വെക്കുക. കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. സഫല പ്രതിരോധം കണക്കാക്കുക. സീരീസിലാണ് സഫല പ്രതിരോധം എങ്ങനെ കണക്കാക്കുക? സിമ്പിളാണ്. വീണ്ടും ഫോർമുല എഴുതുക. R എഫക്റ്റീവ് അല്ലേ? R എഫക്റ്റീവ് സീരീസിലാണ് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് R1 + R2. പാരലിൻ്റെ ഇക്വേഷൻ പറഞ്ഞൊന്നുമില്ല എന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞുതരാം പാരലിൻ്റെ ഇക്വേഷൻ. R എഫക്റ്റീവ് എന്താണ് മക്കളെ? സിംപ്ലി R1 + R2. R1 R2 എന്താണ്? 2 4 2 + 4 വരും. 2 + 4 = 6 ഓം. 6 ഓം ആണ് ഈ സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധം. അതും കിട്ടി. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4 ഓം റെസിസ്റ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. ഈ 4 ഓമിന് എത്ര വോൾട്ടേജ് കിട്ടുമെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 വോൾട്ട് ആയിരിക്കുമോ? അല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീരീസിൽ കറണ്ടേ സെയിം ഉള്ളൂ, വോൾട്ടേജ് സെയിം അല്ല. വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി പോകും. കുറച്ച് വോൾട്ടേജ് ഇവിടെ പോകും, കുറച്ച് വോൾട്ടേജ് അവിടെയും പോകും. അപ്പോൾ വോൾട്ടേജ് അവന് വേറെ കിട്ടും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാം. മക്കളെ, നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ ആദ്യം ആർ എഫക്റ്റീവ് കണ്ടുപിടിക്കുക. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കറണ്ട് കണ്ടുപിടിക്കുക. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ വോൾട്ടേജ് ഉണ്ട്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ട്, സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. V = IR. ഓംസ് ലോ ഉപയോഗിക്കുക. ഇപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണം നിങ്ങൾ കുറേ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓംസ് ലോ അറിയണം. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, V = IR. വോൾട്ടേജ് സർക്യൂട്ടിൻ്റെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ കറണ്ട് എന്ന് കിട്ടും. ഈ കറണ്ട് എന്താണ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? R കൂടെ പറഞ്ഞുകൂടെ. അപ്പോൾ V/R എന്ന് വരും. വോൾട്ടേജ് എന്താണ് മക്കളെ? ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട് ആണ്. ഓക്കെ, ഇട്ട് കൊടുക്കുക 6 വോൾട്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം റെസിസ്റ്റൻസ് ആണ്, സഫല പ്രതിരോധമാണ്. അതും എത്രയാണ് നമുക്ക് കിട്ടിയത്? 6 നല്ല കിട്ടിയത്. അത് 6 ഓം ആണ്. അപ്പോൾ 6 ഓം, 6/6 1 ആംപിയർ. അപ്പോൾ 1 ആംപിയർ ആണ് ഈ സർക്യൂട്ടിലെ കറണ്ട്. അതായത് നോക്കിക്കേ, ഇവിടുന്ന് തുടങ്ങുന്ന കറണ്ട് എത്രയാണ്? 1 ആംപിയർ കറണ്ടാണ് ഇവിടെ തുടങ്ങുക. അതേ കറണ്ടാണ് ഇവനും കിട്ടുക, അതേ കറണ്ടാണ് അവനും കിട്ടുക. സീരീസിലായതുകൊണ്ട് രണ്ടുപേർക്കും 1 ആംപിയർ കറണ്ട് കിട്ടും. കറണ്ട് സെയിം ആയിരിക്കും. സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എല്ലാവർക്കും ഒരേപോലെ കിട്ടും. 1 ആംപിയർ രണ്ടുപേർക്കും ഒരേ കറണ്ട് കിട്ടി. ഇനി ആലോചിച്ചു, ഇവൻ്റെ കറണ്ട് കിട്ടി 1 ആംപിയർ എന്ന് പറഞ്ഞേ. അപ്പോൾ ഇവൻ്റെ കറണ്ട് അറിയാം, ഇവൻ്റെ റെസിസ്റ്റൻസും അറിയാം. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി V = IR വീണ്ടും ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ ഇവന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? V = IR ഉപയോഗിക്കുക, ഓംസ് ലോ ഉപയോഗിക്കുക. അവൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, കറുത്ത കളറിൽ എഴുതാം. V = IR ഉപയോഗിക്കുക. അവന് കിട്ടുന്ന കറണ്ട് എത്രയാണ്? സർ 1 ആംപിയർ ആണ്. അപ്പോൾ 1 ആണ് കറണ്ട്. റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം ആണ്. അപ്പോൾ 4 × 1 4 വോൾട്ടാണ് ഇവന് കിട്ടുക. 4 വോൾട്ട്. അവന് 4 വോൾട്ട്, 4 ഓമിന് 4 വോൾട്ട്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ബാറ്ററിക്ക് മൊത്തം 6 വോൾട്ടാണുള്ളത്. 4 വോൾട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി 2 വോൾട്ട് അവിടെ ആയിരിക്കും ഇവിടെ. അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഇവൻ്റെ മുകളിൽ V = IR ഉപയോഗിക്കുക. ഇവനും കിട്ടുന്ന കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ തന്നെ ആയിരിക്കും. റെസിസ്റ്റൻസ് എത്രയാണ് ഇവൻ്റെ? 2 ഓം ആണ്. 2 വോൾട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ വേറെ എന്തൊക്കെ ചോദിക്കാം സാർ? ഇതിപ്പോൾ ഇനി നിങ്ങളോട് വേണം ചോദിക്കാം. ഇവൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവന് കിട്ടുന്ന വോൾട്ടേജ് ഉണ്ട്, ഇവന് എത്ര പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം? പവറിന് 3 ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? I² R അറിയാം, V²/R അറിയാം, VI അറിയാം. നിങ്ങൾ ഇട്ട് കൊടുക്കുക. അവന് കിട്ടുന്ന വോൾട്ടേജ് 2 വോൾട്ട്, അവൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 2. അപ്പോൾ 2² കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര വരിക? 4/2 2 വാട്ടാണ് അവൻ്റെ പവർ. മറ്റവൻ്റെ പവർ കണ്ടുപിടിക്കാനൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ടും റെസിസ്റ്റൻസുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ഏത് വേണം ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ചോദിക്കാം. ചിലപ്പോൾ ഹീറ്റ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ഹീറ്റിൻ്റെ ഇക്വേഷൻ I² RT P²/R അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ ചോദിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇതന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ സീരീസിൽ ഇതിൽ കൂടുതലൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇതുപോലത്തെ ഒരു ചോദ്യം വരും. നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് ഉറപ്പാണ്. ഇനി ഇതേ ചോദ്യം പാരലിൽ വരാം. പാരലിൽ വന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. പാരലിൽ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും എന്ന് മാത്രമല്ല എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്തായിരിക്കും? സഫല പ്രതിരോധം. മക്കളെ ഫോർമുല 1/R effective = 1/R1 + 1/R2 എന്നാണ്. 1/R effective = 1/R1 + റെസിപ്രോക്കലുകൾ ആഡ് ചെയ്യുക അല്ലേ? R effectiveന് പകരം 1/R effective, R1 പകരം 1/R1, R2 പകരം 1/R2. ഇത്രേ ഉള്ളൂ. ഇനി സാർ മൂന്നാമതൊരുത്തൻ വന്നാലോ? +1/R3. എല്ലാത്തിൻ്റെയും റെസിപ്രോക്കൽ ആഡ് 1/R3 + 1/R4 അങ്ങനെ അങ്ങോട്ട് പോകും. ഇനി ഇതൊരു ഫോർമുല. 2 എണ്ണം മാത്രമാണെങ്കിൽ ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്. ആ ഫോർമുലയും കൂടെ പഠിച്ചു വെച്ചോ. 2 എണ്ണം മാത്രമാണെങ്കിൽ നേരെ R effectiveൻ്റെ ഫോർമുല എഴുതും. കാരണം ഇത് 1/R effective ആണ്. R effective ഡയറക്റ്റ് കിട്ടുന്നില്ല. 2 പേര് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് R effectiveൻ്റെ ഡയറക്റ്റ് ഫോർമുല എന്താണെന്നറിയോ? R1 × R2 / R1 + R2. ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. R1 × R2 / R1 + R2 ഓർത്ത് വെക്കാം. പാരലലിലെ തിയറി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി കുറേ തിയറി നോക്കിക്കൊണ്ടിരുന്നില്ല. അല്ല, നമുക്ക് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അനലൈസ് ദ ഗിവൺ സർക്യൂട്ട്. എപ്പോഴും ചോദിക്കൂട്ടെ ഈ സംഭവം. ഹൗ ആർ ദ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ്? എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലാണോ സീരീസിലാണോ? നിങ്ങൾ അതിലേക്ക് കറണ്ട് സെയിം ആണോ ഡിഫറൻ്റ് ആണോ ആലോചിച്ചാൽ മതി. ബാറ്ററി പിടിക്കുക, ബാറ്ററിയിൽ നിന്ന് കറണ്ട് വരുന്നു, കുറച്ച് അങ്ങോട്ട് പോകുന്നു, കുറച്ച് ഇങ്ങോട്ട് പോകുന്നു, കുറച്ച് കറണ്ട് അവന് കിട്ടുന്നു, കുറച്ച് കറണ്ടിന് കിട്ടുന്നു. 2 പേർക്കും വേറെ വേറെ കറണ്ട് കിട്ടുന്ന ഡിഫറെൻറ്റ് കറണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് സീരീസ് അല്ല, അത് പാരലായിരിക്കും. അത്രേ ഉള്ളൂ. സോ എഴുതി വെക്കാം, പാരലാണ്, സമാന്തര രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ കറണ്ട് ഷോൺ ഇൻ ദ അമ്മീറ്റർ? അമ്മീറ്ററിലെ കറണ്ട് എത്രയായിരിക്കും? അമ്മീറ്ററിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടാണ്. എന്തുകൊണ്ടാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയാൻ കാരണം? ഇങ്ങനെ കറണ്ട് പോകുന്നു, ആ കറണ്ട് തിരിച്ചു വരുന്നു, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകുന്നു, ആ കറണ്ടും തിരിച്ചു വരുന്നു. അപ്പം ടോട്ടൽ അവിടെ നിന്നുള്ള കറണ്ടും ഇവിടെ നിന്നുള്ള കറണ്ടും ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടാണ് ഈ അമ്മീറ്ററിലേക്ക് എത്തുക. അപ്പോൾ സർക്യൂട്ടിലെ ആകെയുള്ള ടോട്ടൽ കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
മക്കളെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല, നിങ്ങൾ സഫല പ്രതിരോധം കണ്ടുപിടിക്കണം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 10 ഓമും 15 ഓമേ സഫല പ്രതിരോധം പാരലൽ എന്തായിരിക്കും? ആഡ് ചെയ്താൽ പോരാ, 10ഉം 15ഉം ആഡ് ചെയ്താൽ പോരാ, അത് സീരീസിലാണ്. ഇത് പാരലൽ ആവുമ്പോൾ 2 പേരുള്ള ഫോർമുല ഉപയോഗിക്കുക, അതാണ് ഏറ്റവും എളുപ്പം. R effective is equal to R1 into R2 divided by R1 plus R2. ഇത് ഉപയോഗിക്കാം. 10 into 15 divided by 10 plus 15. 10ഉം 15 തന്നെയല്ലേ ക്വസ്റ്റനിൽ? യെസ്. ഓക്കെ, 10 into 15 150 ഡിവൈഡ് ബൈ 10 പ്ലസ് 15. അല്ലെ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ടാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. താഴത്തെ ആഡ് ചെയ്തേ, അപ്പോൾ 25 കിട്ടും. ഇനി കട്ട് ചെയ്ത് കളിയത് നോക്കാം. നോക്കിക്കേ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത 5, ദാറ്റ് ഈസ് 10 into 3 30/5. 6 ഓം ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, 6 ഓം ആണ് ഇവരുടെ സഫല പ്രതിരോധം. ഇത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. V is equal to IR ഉപയോഗിക്കുക. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി I is equal to R നെ കൊണ്ട് പറഞ്ഞു V/R ഇടുക. ടോട്ടൽ കറണ്ടാണ് വേണമെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇട്ട് കൊടുക്കുക. ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് സർക്യൂട്ടിലെ? 12 ആണ് ഇട്ട് കൊടുക്കുക. 12 ഡിവൈഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം ആണ്. സോ 2 ആംപിയർന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട്, അതായത് അമ്മീറ്ററിൽ കൂടി പോകുന്ന ടോട്ടൽ കറണ്ടാണ്. അത് എത്രയായിരിക്കും? അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ടും ഇവിടെ തിരിച്ചെത്തുന്ന കറണ്ടൊക്കെ തന്നെ എത്രയായിരിക്കും മക്കളെ? 2 ആംപിയർ ആയിരിക്കും. അത് കിട്ടി. കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ റെസിസ്റ്റൻസ് R1. ഈ 10 ഓമിലുള്ള കറണ്ട് എത്രയായിരിക്കും? അതും 2 ആംപിയർ ആയിരിക്കും. അല്ല, 2 ആംപിയർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ തിരിച്ചെത്തുന്ന കറണ്ടാണ്. പക്ഷേ ഇവന് കിട്ടുന്നത് മൊത്തം 2 ആംപിയർ കിട്ടില്ല, അതിൽ വല്ല 1 ആംപിയറോ 1.5 ആംപിയറോ അല്ലെങ്കിൽ അത്രയൊക്കെ ആയിരിക്കും കിട്ടുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. പാരലൽ ആയതുകൊണ്ട് ഈ 12 വോൾട്ട് മൊത്തത്തിൽ അവന് കിട്ടും, ആ 12 വോൾട്ട് ഇവനും കിട്ടും. 2 പേർക്ക് സെയിം വോൾട്ടേജ് കിട്ടും. ഇപ്പോൾ 2 പേർക്കും എന്താണ്? ബാറ്ററിയുടെ മൊത്തം വോൾട്ടേജ് 2 പേർക്കും കിട്ടുന്നുണ്ട്. ഞാൻ അയച്ച് കാണിച്ചു തരാം. പാരലൽ ആയതുകൊണ്ട് തന്നെ 2 പേർക്കും ബാറ്ററിയുടെ മൊത്തം വോൾട്ടേജ് കിട്ടും. അതായത് ഇവനും 12 വോൾട്ട് കിട്ടും, മറ്റവനും 12 വോൾട്ട് കിട്ടും. അപ്പോൾ ഇവൻ്റെ വോൾട്ടേജ് റെസിസ്റ്റൻസ് ആയി കറണ്ട് കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? V is equal to IR അവൻ്റെ മുകളിൽ പോയി ഉപയോഗിച്ചേ അപ്പോൾ എന്തായിരിക്കും? I is equal to V/R ആയിരിക്കും കിട്ടുക. V എത്രയാണ്? അവന് 12 വോൾട്ട് കിട്ടുന്നുണ്ട്, അവൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. 12/10 1.2 1.2 ആംപിയർ ആണ് അവിടെ പോകുന്നത്. ഇപ്പോൾ താഴെ എത്രയായിരിക്കും? അത് കിട്ടി. താഴെ എത്രയും മൊത്തം ആകെ 2 ആംപിയർ അല്ലേ, ബാക്കി 0.8 ആംപിയർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ഷെ അല്ല, അതും കണ്ടുപിടിക്കാം. ഇവിടെ I is equal to ഇവൻ്റെ മുകളിൽ I is equal to V/R ഉപയോഗിക്കുക. V എന്ന് പറഞ്ഞാൽ അവന് 12 ഇവനും കിട്ടുന്നുണ്ട്. ഡിവൈഡ് ബൈ അവൻ്റെ റെസിസ്റ്റൻസ് 15 ആണ്. ഇത് എത്ര വരിക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4/5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.8. 0.8 ആംപിയറോടെ 1.2 ആംപിയറോടെ മൊത്തത്തിൽ 2 ആംപിയർ. ഇത്രയുള്ള സംഭവം. അപ്പോൾ അവസാനം ഈ കറണ്ട് കണ്ടുപിടിക്കാൻ, ഒരു വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ V is equal to IR ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ കാര്യം ഓർത്തിച്ചാൽ. അത് നിങ്ങൾക്ക് I ആണ് വേണ്ട I ഉപയോഗിക്കുക, V ആണെങ്കിൽ V ഉപയോഗിക്കുക, അത്രയുള്ള സംഭവം. ഇത്ര ചെയ്തു വെച്ചാൽ പരിപാടി സെറ്റാണ്. ഇവിടെയും വീണ്ടും ചോദിക്കും ഇവൻ്റെ പവർ എത്രയായിരിക്കും, ഇവൻ്റെ പവർ എത്ര? അവൻ്റെ വോൾട്ടേജ് നിങ്ങൾക്കറിയാം, അവൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം. V²/R ഉപയോഗിക്കുക. ഇവൻ്റെയും പവർ വോൾട്ടേജ് റെസിസ്റ്റൻസ് അറിയാം, പവർ കണ്ടുപിടിക്കുക, V²/R ഉപയോഗിക്കുക, അത്രയുള്ള സംഭവം. ഇതിൽ കൂടുതൽ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇത് ചോദിക്കുകയും ചെയ്യും. 3 മാർക്കിന് 4 മാർക്കിന് എന്തായാലും പബ്ലിക് എക്സാമിൽ ഉണ്ടാകാൻ പോകുന്നൊരു തരം ചോദ്യമാണ്. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ, വീഡിയോസ് ഇതുപോലെ ഓരോ ടോപ്പിക് വൈസ് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ അറിയിച്ചാൽ ഒരു 500 കമൻറ്റ്സ് എങ്കിലും ഇതിന് താഴെ വന്നാലേ അടുത്ത വീഡിയോ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും അറിയിക്കുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയനും അറിയിക്കുക. ഇനി വേണമെന്നുള്ള ആരും കൂടെ പറയാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം.